സായനം നേരുന്നു. We have some very special guests from Mumbai, Kumarji, Abhishekji, Reshma. Welcome to our family. ജോർജ് കുട്ടി എന്ന് പറയുന്നുള്ളതാണോ അതോ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ ജോർജ് കുട്ടിയോടാണ് ചോദ്യം. ലാൽ സാറിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്നത് ജോർജ് കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ. വാനപ്രസ്ഥം അല്ലെങ്കിൽ ദുവാനത്തുമ്പികൾ, താളവട്ടം, ചിത്രം, അങ്ങനെ ഒരുപാട് തന്മാത്രം അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ ജോർജ് കുട്ടി നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ 1, 2, 3 അയാൾ ആരാണെന്ന് ഒരു ആക്ടറായി എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. അത് തന്നെയാണ് ജിത്തു പറഞ്ഞത്. എന്തായാലും 13 വർഷമായിട്ട് ഈ കുടുംബവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അയാൾക്ക് ഒരു രഹസ്യം ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു. അയാൾ ക്രൈമൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ മകൾക്ക് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊരു ഒരു ഒരു സത്യം വെക്കേണ്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. അത് അയാളുടെ ഒരു വാക്കാണ്. അപ്പോൾ അയാളുടെ ഒരു പ്രതിജ്ഞയാണ്. അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അയാൾ ഭയങ്കര ഒരു യാത്രയിലാണ്. അയാൾക്ക് വയ്യാതായി. അയാൾക്ക് എന്താ പറയുന്നത്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഭയമാണ്. ജോർജ് കുട്ടി അങ്ങനെ ഭയമില്ലാത്ത ആളൊന്നുമില്ല. എവറി മൊമെൻറ്റ് അയാൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? അയാളെ പറ്റിയല്ല, അയാളുടെ കുടുംബത്തെ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഏജായി. ജോർജ് കുട്ടിക്ക് 13 വർഷങ്ങൾ കഴിഞ്ഞു. അവരുടെ കുട്ടികളൊക്കെ വലുതായി. അവർ പല ചോദ്യങ്ങൾക്കും അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. സിനിമയിൽ അങ്ങനെ ഉണ്ട്. അയാളുടെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മുന്നിലൊന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ആ ഫാമിലിയുടെ മുമ്പിൽ മാത്രമല്ല, ആ ആൾക്കാരുടെ ആരുടെ മുമ്പിൽ എന്താണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറി ജോർജ് കുട്ടി. സിനിമയിൽ പോലും അയാൾ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസാണ് ചെയ്യുന്നത്. വളരെ സന്തോഷിക്കുന്ന സമയത്ത് അയാൾ മനസ്സിൽ സങ്കടപ്പെടുന്നതായിരിക്കും, പക്ഷേ കാണിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അപ്പം അത്രയും ഒരു കോംപ്ലക്സിറ്റി ഉള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്കൊരു ഒരു സ്പിരിച്വാലിറ്റിയിലേക്കോ ഒരു ഫിലോസഫിക്കൽ തലത്തിലോട്ടൊക്കെ ജോർജ് കുട്ടി നടക്കേണ്ട സമയമായിട്ട്. കാര്യം ഗിൽറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ്. ഇതൊരു നരകതുല്യമാണ് ഇതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയെങ്കിലും അയാൾക്ക് ഇറക്കി വെക്കണം. അതിനാരുമില്ല, അയാൾ തനിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം അയാൾ ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഡയലോഗ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അയാളുടെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അയാൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അതോ ഇനിയും അയാൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുള്ളൂ? പിന്നെ ഈ സിനിമയിൽ വളരെ പ്രത്യേകതയുള്ളത്, ഇത് 2 ഫാമിലീസിൻ്റെ കഥയാണ്. ഇത് പറഞ്ഞു, 2 അമ്മമാരുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്, 2 കുട്ടികളുടെ കഥയാണ്. ഇതിൽ പിന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും 2 പേർക്കും തുല്യ ദുഃഖിതരാണ്. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ജോർജ് കുട്ടിയും അതേ അവസ്ഥയിലാണ്, ഒരു പക്ഷേ പ്രഭാകരനും അതേ അവസ്ഥയിലാണ്. ഇതിൽ ജോർജ് കുട്ടിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രഭാകരൻ. കാര്യം അയാൾ വന്ന് പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ അറിയും? നിങ്ങളൊന്നും പറയും, ഞാനത് ശരിയാക്കാം. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരായാലും ജോർജ് കുട്ടി കാണുന്നത് ഒരു എതിരാളിയായിട്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെ അത് കൊണ്ട് നടക്കാമെന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിലാണ്. അപ്പോൾ ഭയങ്കരമായ ഭാരം മനസ്സിലേറി ഷോൾഡർ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ജോർജ് കുട്ടി ഒന്ന് രക്ഷിക്കൂ. പക്ഷേ ഇനിയും രക്ഷപ്പെടുത്തിയിട്ടില്ല. അപ്പം യു ക്യാൻ എക്സ്പെക്ട് ദൃശ്യം 4 ഓൾസോ സർ. അല്ല, അങ്ങനെ പറയും. ദിസ് ഇസ് ജസ്റ്റ് show, but it's not a show. Let people watch the film and let them decide whether we should do 3 sequels, like 4 or 5.
But Anthony has got a very different plan. He said, we'll do 5. Then we'll go. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു ആസ് ആൻ ആക്ടർ ഐ എം സോ ത്രിൽഡ് ബിക്കോസ് നെവർ ഹാപ്പൻസ് ഇൻ ഫിലിംസ്. ഫോർ ദ ലാസ്റ്റ് 13 years I carry this character and this family. And they are growing and they are having a bunch of questions. George Patti is not able to answer. അപ്പോൾ അങ്ങനെ ഈവൻ പിന്നെ പ്രേക്ഷകർക്ക് എല്ലാ ഈ പ്രേക്ഷകർക്കും അതിൽ അഭിനയിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പ്രേക്ഷകർക്കറിയാം. പക്ഷെ അതിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടേഴ്സിന് ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയില്ല. അതൊരു സ്ട്രേഞ്ച് ഫിനോമിനയാണ്. പ്രേക്ഷകർക്കറിയാം, അതിലെ പോലീസിനറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം ഇയാൾ എന്തോ ചെയ്തിരിക്കുന്നത്, ഡൺ സംതിങ്. ബട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല, ആ ഫാമിലിക്ക് അറിയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇയാൾക്ക് ഈ വെയിറ്റ് താങ്ങി നടക്കാനുള്ള ശക്തി ഇല്ലാതായി. അപ്പം അതുകൊണ്ടാണ് ഈ സിനിമയിൽ പറയുന്നത്, ഇത് എനിക്ക് ഒരുപാട് എതിരാളികളുണ്ട്, എനിക്ക് ഭയമാണ്. അങ്ങനെ ഒരു സിനിമയിലെ ഹീറോ എനിക്ക് പേടിയാണെന്ന് പറയാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ അയാൾ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ ചോദിച്ചു ജോർജ് കുട്ടി നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥതയുള്ള മനുഷ്യനാണ്. എന്തിനാണ്? അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ കുടുംബത്തോട്.